അങ്ങെപ്പോലെൻ ദൈവമേ ആരുള്ളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം. സുഭാഷിതം. നിനവെക്കുറിച്ചുള്ള പ്രവചനമാണ് നഹൂമിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ അരുളപ്പാട് നിരസിച്ച് അനുസരണക്കേട് കാണിച്ച യോനായെ നിനവയുടെ മാനസാന്തരത്തിനായി ഉപയോഗിച്ചത് നമുക്കറിയാവുന്ന ചരിത്രമാകുന്നു. യോനായുടെ പ്രസംഗം കേട്ട് മനം തിരിഞ്ഞ നിനവേക്കാർ ദൈവകരുണ അനുഭവിച്ചെങ്കിലും താമസിയാതെ തിന്മയിലും ദുഷ്ടതയിലും ജീവിച്ചു വന്നു. ദൈവ സന്ദർശനത്തിന്റെ ഫലമായി അനുതാപത്തിലേക്ക് നയിക്കപ്പെട്ട് ദൈവിക കരുണകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജനം അത് വിസ്മരിച്ച് വീണ്ടും പാപം ചെയ്താൽ ന്യായവിധി ഉണ്ടാകുമെന്നുള്ള സന്ദേശമാണ് നഹൂം എന്ന പ്രവാചകനിലൂടെ നമ്മെ അറിയിക്കുന്നത്. നഹൂം പ്രവാചകൻ ആരാണെന്നോ അദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലമോ ജീവിത രീതികളോ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് അറിയുന്നില്ല. ഏക പരാമർശം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണുന്നു. നിനവെക്കുറിച്ചുള്ള പ്രവാചകം എൽക്കോശിനായ നഹൂമിന്റെ ദർശന പുസ്തകമെന്ന്. യോനയുടെ പ്രസംഗം കേട്ട് ഈ മഹാനഗരം മാനസാന്തരപ്പെട്ടു. തന്മൂലം ദൈവം മഹാകരുണയോട് തന്റെ ന്യായവിധിയുടെ കരം പിൻവലിച്ചു. വീണ്ടും തിന്മയിലേക്കും ദുഷ്ടതയിലേക്കും പോയ ജനത്തോട് നഹൂം പ്രവാചകൻ ഈ പട്ടണത്തിന്മേൽ വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പ്രവചിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട്, മേഘം അവന്റെ കാൽ കീഴിലെ പൊടിയാകുന്നു. The Lord is slow to anger and great in power, and will not at all acquit the wicked. The Lord has his way in the whirlwind and in the storm, and the clouds are the dust of his feet. ദൈവം കോപത്തിന് താമസമുള്ളവനാണെന്ന് നഹൂം നമ്മോട് പറയുന്നു. നിശ്ചയമായും ദൈവം ക്ഷമയുള്ളവനും മനുഷ്യൻ അനുതപിക്കാൻ കാത്തിരിക്കുന്നവനുമാണ്. മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നവനെ ഒരിക്കലും ദൈവം തള്ളിക്കളയുകയുമില്ല. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു. മനം തിരിയുന്നില്ലെങ്കിൽ അവൻ തന്റെ വാളിന് മൂർച്ച കൂട്ടുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. കുറ്റങ്ങളെക്കുറിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നവർക്ക് കരുണയും നിത്യജീവനും ഉണ്ടാകും. റോമർ 1:18 പറഞ്ഞിരിക്കുന്നു, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഇരിക്കുന്നവരുടെ മേലാണ് ദൈവകോപം ചൊരിയപ്പെടുന്നത്. ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്കാണ് കോപവും ക്രോധവും ഉണ്ടാകുന്നത്. 2-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യേശു കർത്താവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുന്നവർക്ക് ദൈവത്തിന്റെ ഈ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കും. ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. അവിടുന്ന് സർവശക്തിമാനാകുന്നു. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും പെരുങ്കാറ്റിലും നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നു. തങ്കൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. ആകയാൽ നമ്മെ തന്നെ സമർപ്പിക്കാം. യേശു കർത്താവിൽ വിശ്വസിച്ച് ദൈവകോപത്തിൽ നിന്ന് മുക്തി നേടാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മുറ്റുമായി ഞാൻ സമർപ്പിക്കുന്നു.